ഇപ്പോൾ കൺകണ്ടത് നിജം അല്ലെ കാണാത്തത് പോയി. ലിജോ പെല്ലിശ്ശേരിയെ ആ ഒരു സമയത്തെ എനിക്കറിയാം. സിനിമയ്ക്ക് വരുന്നതിന് മുമ്പേ അറിയാം, സിനിമയിൽ വന്നതിന് ശേഷം അറിയാം. അദ്ദേഹം ഒരു നല്ല കഥ പറച്ചിലിൻ്റെ ആളല്ല. മലയക്കോട്ടെ എന്നൊരു സ്ഥലം, അവിടെ എന്താണ് അയാൾക്ക് അങ്ങനെ ഒരു പേര് കിട്ടാൻ കാരണം, എന്താണ്, അയാൾ ആരാണ്, നമ്മൾ ആ സിനിമയെ പറയുമ്പോൾ അതിൻ്റെ മുന്നോടി ഒരു സ്പൂൺ ഫീഡിങ് ആണ്. ലാലായതുകൊണ്ടാണല്ലോ ഞാനിത് വന്നത്. അന്നേരം പിന്നെ അല്ലെന്നൊരു ചോദ്യം ഇല്ലല്ലോ. ഒരു ഘട്ടം വന്നപ്പോൾ ലാലിൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. എൻ്റെ ഒരു പശ്ചാത്തലം വെച്ച് ഞാൻ ഒരിക്കലും സിനിമയിൽ വരേണ്ട ആളല്ല. കാരണം എൻ്റെ പിതാവ് എൻ്റെ അമ്മയെ കൊണ്ട് 2 സിനിമയ്ക്കേ കൊണ്ടുപോയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. നാട്ടിൽ ചെയ്യുന്ന സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ കഷ്ടപ്പാടായിരുന്നു. ചെടികൾ വാടി വീഴുന്ന പോലെയായിരുന്നു നമ്മൾ ഓരോരുത്തർ തലകറങ്ങി വീഴുന്നത്. സിനിമയ്ക്ക് ആവശ്യമുള്ള ബഡ്ജറ്റായി. ഒരുപക്ഷെ ഇത്രയും ആകുമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇറങ്ങുമെന്നുള്ള വേറെ കാര്യം. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ സത്യത്തിൽ വിചാരിച്ചിരുന്നു, ഈ മനുഷ്യൻ ഇത് എന്താ ചെയ്തിട്ട്, ഒരു ആളാണല്ലോ, നമുക്കറിയാം ഇത് അഭിനയമാണ്, സിനിമയാണ്, ഫൈറ്റ് മാസ്റ്റേഴ്സ് ഉണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ഒരാൾ വേണമല്ലോ ഇത് ചെയ്യാൻ. അപ്പം അതിൻ്റെ ഒരു ലെങ്ത്തും അതിൻ്റെ സമയം അതിൻ്റെ തുടർച്ചകളൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തും ആശങ്കപ്പെടുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ. മലയാള സിനിമയുടെ ചരിത്രമാകാൻ പോകുന്നൊരു സിനിമ മലയക്കോട്ട വാലിബൻ. അതിന് അണിയറ പ്രവർത്തകരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. എല്ലാവർക്കും സ്വാഗതം. സംവിധായകൻ നമ്മുടെ കൂടെ ഇല്ല. ട്രെയിലർ റിലീസിൻ്റെ ഒരു തിരക്കുകളിൽ ബന്ധപ്പെട്ടൊന്ന് ഓടുന്നു. പക്ഷേ പെട്ടെന്ന് നമുക്കൊന്ന് ഓർക്കാവുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനെയാണ്, പിതാവിനെയാണ്, ജോസ് പെല്ലിശ്ശേരി. പക്ഷേ ലാലേട്ടനോടൊപ്പം ഒന്നിലധികം സിനിമകളിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന പ്രജ പോലുള്ള സിനിമകളിലൊക്കെ അതിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. നമ്മളോടൊപ്പം ഇല്ലെന്ന് ഇല്ല. ആ കലാകാരനെ ഒന്ന് ഓർത്തുകൊണ്ട് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. ആ സഹപ്രവർത്തകൻ എന്നാണ്. തീർച്ചയായിട്ടും അദ്ദേഹമായിട്ട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും കുറച്ച് സിനിമകളിൽ അഭിനയിച്ച ഒരാളാണ് ഞാൻ. ഞങ്ങൾ വളരെയധികം നല്ലൊരു ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് ഞാനും അദ്ദേഹമായിട്ട്. ലിജോ പെല്ലിശ്ശേരിയെ ആ ഒരു സമയത്തെ എനിക്കറിയാം, സിനിമയ്ക്ക് വരുന്നതിന് മുമ്പേ അറിയാം, സിനിമയിൽ വന്നതിന് ശേഷം അറിയാം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു. ലിജോ എന്ന് പറഞ്ഞ സംവിധായകനെ കുറച്ച് അടുത്തറിയുന്നത് ലാലേട്ടൻ്റെ എപ്പോഴാണ്? അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുകയും അതിനു മുമ്പ് അദ്ദേഹം വർക്ക് ചെയ്യുന്നൊരു അഡ്വർടൈസ്മെൻ്റ് അതിലാണ്, ആഡ് ഏജൻസിയിലാണ്. ആ സമയത്ത് മുതലറിയാം. പിന്നെ സിനിമയിൽ വന്നു. പിന്നെ അദ്ദേഹം 2-3 കഥകൾ എന്നോട് സിനിമയാക്കാനായിട്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും അന്ന് നടന്നില്ല. അതിനുശേഷം തീർച്ചയായിട്ടും ഷിബു അദ്ദേഹമാണ് എന്നെ ഈ നമുക്കിങ്ങനൊരു സിനിമ ചെയ്താലോ, നമ്മൾ തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ അതിൻ്റെ കഥകൾ പറഞ്ഞ് ഒരു കഥയിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തു. പക്ഷേ മുമ്പ് വന്ന് പറഞ്ഞ 2 കഥകൾ പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റും. ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് അതിലോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ ഈ അദ്ദേഹം ഒരു നല്ല കഥ പറച്ചിലിൻ്റെ ആളല്ല. കഥ പറയുന്നതിനെക്കാട്ടിലും എടുത്തു കാണിക്കുന്ന ആളാണ്. അപ്പം നമുക്കത് മനസ്സിലാകാത്ത ഒരുപാട് പ്രതലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് ബോധ്യമായ ഒരു കഥ ഇതായിട്ട് തോന്നി. അപ്പോൾ ഞാനത് ചെയ്യാം. പിന്നെ നമ്മൾ സംസാരിക്കുകയും ആ സിനിമ അങ്ങനെ വളർന്ന് വലിയൊരു സിനിമയായിട്ട് മാറുകയും ചെയ്തു. പക്ഷേ ഈ ഓരോ സിനിമകളും ഓരോ അഭിനേതാക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. മലയക്കോട്ട വാലിബനും തീർച്ചയായിട്ടും താങ്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരിക്കും. ഒന്നാമത് ആ സിനിമ പിന്നെ ഒരു തിയേറ്ററിൽ പോയി കാണാവുന്ന സിനിമയാണ്. കാര്യം എല്ലാ സിനിമകളും അങ്ങനെയാണ്. പക്ഷെ തിയേറ്ററിൽ പോയി ഒരു ഉത്സവം പോലെ കാണാവുന്ന സിനിമയായിരിക്കും. കാര്യം അതിൻ്റെ ഒരു അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന വിധം, ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനുകൾ, അതിലുപയോഗിച്ചിരിക്കുന്ന കളേഴ്സ്, ഒരു പഴയ ഒരു കാലദേശമൊന്നും അല്ല, ഒരു ടൈം ആൻഡ് സ്പേസ് ഒന്നും ഇല്ലാത്ത ഒരു ഫോക്ലോർ അല്ല, അങ്ങനത്തെ ഒരു കഥയാണ്. മറ്റേ നമ്മൾ ഒരുപാട് സാമൂഹ്യ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഇപ്പോൾ നേരായാലും അതിനു മുമ്പ് വന്ന കഥകളൊക്കെ ഒരുപാട് സിനിമകൾ, അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടുള്ള ഒരു കഥാപാത്രങ്ങൾ, അതിലഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ, അതിൻ്റെ സംവിധായകൻ. പിന്നെ നമ്മളും അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു റോള്. ഇപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വയ്ക്കാവുന്നൊരു സിനിമയാണ്. അതുപോലെ എല്ലാ ഇമോഷൻസൊക്കെ ഉള്ളൊരു സിനിമ. പക്ഷേ അതിനെ എങ്ങനെ അവർ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അതിൻ്റെ വളരെയധികം പ്രത്യേകത. കഥ പറഞ്ഞ് തരാൻ അറിയാത്ത ഒരാൾക്ക് ഈ ചേട്ടന് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ ഈ കഥ പറഞ്ഞിട്ട്? തീർച്ചയായിട്ടും ഈ കഥ എന്ന് പറയുന്നതാണല്ലോ അത്. പിന്നെ നമ്മൾ സംസാരിച്ചത് വലുതാകാണല്ലോ. ചേട്ടൻ്റെ കരിയർ പരിശോധിച്ചാൽ ഒരുപാട് പീരിയഡ് സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ല. ഒരു 4-5 എണ്ണം അധികം വർത്തമാന കാല സിനിമകളുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ആ ഒരു പീരിയഡ് സിനിമ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തെ അങ്ങനെ ഒരു പീരിയഡ് ഫിലിമായിട്ടും നമ്മൾ പറയുന്നില്ല. ഏത് പീരീഡാണെന്നൊന്നും പറയുന്നില്ല. അങ്ങനെയാണല്ലോ. ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരിടത്തൊരു ഭൂതം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരിടത്തൊരാളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്. ഇപ്പം നമ്മൾ കേട്ട ഒരുപാട് അമ്മൂമ്മ കഥകളിലോ അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞ കുട്ടിക്കാലത്ത് കേട്ട കഥകൾ പോലെയോ ഒരു കോമിക്ക് വായിക്കുന്ന പോലെയോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്നത്. അല്ല, വേറൊരു കാലഘട്ടത്തെ കുറിച്ച് ഇത് പറയുമ്പോൾ ഒരു നടന് ഇതൊരു ബാധ്യതയാണ് ശരിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാര്യം
അങ്ങനെ ഒരു പക്ഷേ ഇത് ഒരു ചരിത്ര പുരുഷനായിരുന്നെങ്കിൽ ഒരു ബാധ്യതയായിട്ട് മാറിയാണ് അല്ലേ. ഇപ്പോൾ തച്ചോളി ഉദയനൻ എന്ന് പറയുന്ന എത്രയോ പേര് ഇപ്പോൾ കണ്ണപ്പൻ ഉണ്ണി മറ്റേത് ഇങ്ങനെയൊക്കെ എടുത്തിട്ടില്ലേ. അതൊക്കെ ഒരു ഫോക്ലോറിൽ നിന്ന് എടുത്തതാണല്ലോ, പഴയ വടക്കൻ പാട്ടുകളിൽ നിന്ന് എടുത്താണ്. അതുപോലെ ഇതിലും പാട്ടുകളുണ്ട്, അത്തരം പാട്ടുകളുണ്ട്, ഇതിലൊരു കഥയുണ്ട്, ആ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാം നമ്മൾ എന്താ പറയുക, ഒരു അമ്മുമ്മ കഥ പോലുള്ളൊരു കഥയാണ്. പക്ഷേ അത് പോയി ആ കഥ വേറൊരു തരത്തിലേക്ക് പോകും. അതിനപ്പോൾ അങ്ങനെയാണല്ലോ, അതിൻ്റെ അകത്ത് ഒരു ന്യായമുണ്ടോ അന്യായമുണ്ടോ എന്നൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ അകത്ത് ഇപ്പോൾ കണ്ടത് നിജം അല്ലെ, കാണാത്തത് പൊയ്, നിങ്ങൾ കണ്ടതൊക്കെ പൊയ്യാണെങ്കിൽ ഇനി കാണാൻ പോകുന്നതാണ് സത്യം എന്ന് പറയുന്ന ആ വാക്കുകൾക്ക് അതിൻ്റെ അകത്തൊരു നിഗൂഢതയുണ്ട്. അതെന്താണെന്നൊക്കെ ആ സിനിമ കാണുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങളെല്ലാം കാത്തിരിക്കുന്നത്. ഞങ്ങളും കാത്തിരിക്കും. അതെ. ഷൂജൻ്റെ അച്ഛൻ കേരള രാഷ്ട്രീയത്തിൽ തലപ്പൊക്കമുള്ള നേതാവ്, കീസി ചെറുത്തൊക്കെ പറഞ്ഞ് ഓമന പേരുള്ള ആളാണ് അദ്ദേഹം. ഏത് പ്രശ്നങ്ങളെയും സൗമ്യതയോടെ ബന്ധപ്പെട്ട് അതെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന വലിയ മഹാന മനുഷ്യനായാണ്. അതിൻ്റെ പാതയിൽ കൂടെ തന്നെ മകനും വന്നു, രാഷ്ട്രീയക്കാരനായി, കേരള രാഷ്ട്രീയം കണ്ട നല്ലൊരു തൊഴിൽ മന്ത്രിയായി അല്ലേ. പഴയൊരു സിവിൽ എഞ്ചിനീയർക്ക് എങ്ങനെയാണ് സിനിമയുമായൊരു ബന്ധം വന്നത്? അല്ല, ഞാനൊന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറായിരുന്നു. ടി കെ എമ്മിൽ നിന്ന് പഠിച്ചതാണ്. ഇത് അതിനൊരു കൃത്യമായ ഉത്തരവൊന്നുമില്ലല്ലോ, എങ്ങനെ ഞാൻ സിനിമക്കാരനായി. അല്ലെങ്കിൽ ലാലുമായിട്ടുള്ളൊരു സൗഹൃദം, പതിറ്റാണ്ടുകളായിട്ടുള്ളൊരു സൗഹൃദത്തിൽ നിന്ന് എല്ലാവരുമായിട്ട് പരിചയമുണ്ടായിരുന്നു. ഒരു ഘട്ടം വന്നപ്പോൾ ലാലിൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. എൻ്റെ ഒരു പശ്ചാത്തലം വെച്ച് ഞാൻ ഒരിക്കലും സിനിമയിൽ വരേണ്ട ആളല്ല. കാരണം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള എൻ്റെ പിതാവ് എൻ്റെ അമ്മയെ കൊണ്ട് 2 സിനിമയ്ക്കേ കൊണ്ടുപോയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ആ 2ൻ്റെയും പിറ്റേ ദിവസം അറസ്റ്റും ജയിലുമാണ്. അത് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പുള്ളി തലേന്ന് കൊണ്ടുപോയത്. അങ്ങനെ അല്ലാതെ ഞങ്ങളൊരിക്കലും ഒരു സിനിമയ്ക്കോ ഒന്നും പോയിട്ടില്ല. പിന്നെ ഞാനത് പുള്ളി കിടന്നു പോകുന്നതിൻ്റെ തൊട്ട് മുമ്പേ അന്ന് ടി വിയിൽ കിരീടം എന്ന സിനിമ, പുള്ളി ഒരു സിനിമ മൊത്തം ഇരുന്ന് ടി വിയിൽ കണ്ട ആകെ എനിക്കൊരു ഓർമ്മ അത് മാത്രമേ ഉള്ളൂ. അസ്വാഭാവികമായിട്ട് കിടക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ്, ആ ദിവസങ്ങൾ തൊട്ട് മുമ്പ് ആ കിരീടം എന്ന സിനിമ മൊത്തം ടി വിയിലിരുന്ന് കണ്ടത് ഒരു അവസാനം ഒരു കണ്ണ് നനഞ്ഞ് എന്നെനിക്ക് തോന്നി. ആ നിലയിൽ അത് പക്ഷേ ലാലിനെ അന്നത്തേക്കിന് ലാലിൻ്റെ അച്ഛനുമായിട്ടുള്ള അടുപ്പം കൊണ്ടങ്ങനെ ലാലിൻ്റെ ഒരു സിനിമ ഉണ്ടാകുന്നു എന്താണ് അന്ന് ഇരിക്കാൻ പ്രേരിപ്പിച്ചതെന്നറിയില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ വന്നെങ്കിലും ഞാൻ സിനിമകൾ കാണുന്നു, ഇതെല്ലാം ഉണ്ടാകുന്നു. എൻ്റെ ഇപ്പോഴത്തെ കഴിഞ്ഞ പരാജയത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ഒരു വിരസത, ജീവിതത്തിലെ വിരസത മാറ്റാൻ വേണ്ടി ലാൽ എന്ന സുഹൃത്തിനോട് ഞാനിങ്ങനെ ഒരു ആശയം പങ്കിട്ടു. അദ്ദേഹം അത് സ്വാഗതം ചെയ്തു. അതിങ്ങനെ എത്തി. ലാലുമായിട്ടുള്ളൊരു സൗഹൃദം എവിടെ തുടങ്ങുന്നത്? ശരിക്കും ഏറ്റവും ആത്മസുഹൃത്തുക്കളുള്ള ഒരാളാണ്. അല്ല, അങ്ങനെ അതല്ലല്ലോ, എല്ലാവരും ഒരു ബന്ധമുണ്ട്. ഏകദേശം 40 വർഷമായില്ല, 37 വർഷമായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെട്ടു. ആദ്യമൊക്കെ പല സ്ഥലങ്ങളിൽ വെച്ച് പരിചയപ്പെട്ടു. അവിടെ ഒരു ബോണ്ടിങ് ഉണ്ടായി. ഞങ്ങളങ്ങനെ സുഹൃത്തുക്കളായി അങ്ങ് മുന്നോട്ട് പോയി. അടുത്തിടെയുള്ളൊരു നറേഷൻ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അദ്ദേഹം വളരെ കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ലാലേട്ടൻ. അങ്ങനെ ഒരു വളരെ കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും. ആ നറേഷൻ നടന്നുകൊണ്ടിരിപ്പുണ്ട്. രഞ്ജിത്താണ് അത് അവസാനമായിട്ടത് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ നിർമ്മാതാവ് നിലയിലും അതുമായിട്ട് അടുത്ത സുഹൃത്ത് നിലയിലും ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ആശയത്തോട് അല്ലെങ്കിൽ ആ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് വളരെ കംഫർട്ടായ ഒരാൾ തന്നെയാണോ ലാൽ? ഈ സിനിമ എന്ന് മാത്രമല്ല, ലാലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്ന് ആദ്യ കാലഘട്ടം മുതലും ലാലിൻ്റെ എല്ലാ ലൊക്കേഷനുകളിലും പോയി 1 ദിവസമോ 2 ദിവസമോ താമസിക്കുന്ന, ലാലിനോടൊപ്പം താമസിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഞാനിപ്പോൾ ഒരാളുമായിട്ട് അദ്ദേഹത്തിന് ചെന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വരുന്ന ആൾ മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന സംതൃപ്തിയോടുകൂടി മാത്രമേ അവിടുന്ന് പോകത്തുള്ളൂ. അത് അങ്ങനെയാണ്. അത് സാധാരണ എൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്താ, എനിക്ക് അങ്ങനെ ഔട്ട് ഗോയിങ് ആകാൻ പറ്റുന്നില്ല. പക്ഷേ ലാലിലേക്ക് വരുന്ന ഒരാൾ വലിപ്പ ചെറുപ്പമൊന്നുമില്ല, ആ ലാലിൻ്റെ ഇടപെടിയിൽ കൊണ്ട് തന്നെ എന്നും മനസ്സിനെ സ്വാധീനിച്ച് ആ സംതൃപ്തിയോടുകൂടി പോകുന്നതാണ്. ആ ഒരു അസാധാരണമായ കഴിവ് ആ വ്യക്തിയിലുണ്ട്. ഈ സിനിമയിൽ ഉടനീളം വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളായിരുന്നു. മോഹൻലാലിനെ പോലൊരു നടൻ 2.5 മാസക്കാലം ഒരു കോട്ടയം അല്ലെങ്കിൽ ഒരു മലയാളി പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്നു. എന്നിട്ട് പോലും അന്തരീക്ഷത്തിൽ ആ സൗഹൃദത്തിനൊന്നും ഒരിതുണ്ടായില്ല. നമുക്ക് പലപ്പോഴും കുറ്റബോധം, എനിക്ക് എൻ്റെ പടത്തിന് വേണ്ടി വന്നിട്ട് ലാലിങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നല്ലോ. ഒരാളുമായിട്ട് സംസാരിക്കാൻ പോലും ഇല്ല. 1 മാസത്തിലേറെ ഫൊക്രാൻ കോട്ടയ്ക്കകത്താണ്. അതുകൊണ്ട് പുറത്തിറങ്ങാൻ പോലും ഇല്ല. അതിനകത്തില്ല, അതോ ഒരു ഡൈലാപ്പിലേറ്റഡ് ഫോർട്ടാണ്, അല്ല മോഡേണൈസ് ചെയ്തതല്ല. അതിനകത്തെ ചില മുറികളിൽ തന്നെ എല്ലാവരും പല ഭാഗത്തായിട്ട് താമസിക്കേണ്ടി വരുന്നു. ആ ഒരു ഒറ്റപ്പെടൽ എനിക്ക് വേണ്ടി ലാലിനുണ്ടായല്ലോ എന്ന തോന്നല ഉണ്ടായത്. പക്ഷേ ലാൽ ഒരിക്കലും അത് പ്രകടിപ്പിച്ചിട്ടില്ല. ഇതായിരുന്നില്ല ആദ്യം ചെയ്യേണ്ടിയിരുന്ന ഒരു സിനിമ എന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം ചെയ്യേണ്ടിയിരുന്ന ഒരു ടണലിൽ കുടുങ്ങി അതിനകത്ത് രക്ഷപ്പെടുന്ന ഒരാളുടെ ഒരു കഥയാണെന്ന് കേട്ടു. റീസെൻ്റ്ലി അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഉത്തരാഖണ്ഡിൽ സംഭവിക്കുകയും ചെയ്തു. അല്ല, ഞങ്ങൾ ആദ്യം അങ്ങനെ ഒന്ന് അനൗൺസ് ചെയ്തായിരുന്നു. പിന്നെ അതിൻ്റെ ചെറിയ സാങ്കേതിക ഒരു വിഷയം വന്നപ്പോൾ അതൊന്ന്
മാറ്റാം. പക്ഷെ അത് നടന്നിരുന്നെങ്കിൽ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമയാകുമായിരുന്നു, നേരത്തെ നടന്നിരുന്നു. പക്ഷെ നമുക്ക് കേരളത്തിൽ അത്തരം കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അത് ഷൂട്ട് ചെയ്യാൻ ഒരുപാട് സമയം, അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളും എല്ലാം അങ്ങനെ നമ്മൾ ഇതിനേക്കാളിലും പ്രയാസമുള്ള സിനിമയായിട്ട് മാറിയത്. പക്ഷേ ഇനി അത് നടക്കുമോ? നടക്കാതിരിക്കാം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഹരീഷേട്ടനോടാണ് ചോദ്യം. എനിക്ക് തോന്നുന്നു അടുത്തിടെ റീസെൻ്റ്ലി 2-3 ദിവസം മുമ്പ് ഒരു കുറിപ്പിൽ എഴുതിയിരുന്നു, ഗുരുദക്ഷിണ നൽകാൻ കഴിയാതെ വല്ല മറന്നുപോയ ഒരു ഗുരുവാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു ഗുരുദക്ഷിണ കൊടുക്കണമെന്നുണ്ടോ, തോന്നുന്നോ? തീർച്ചയായിട്ടും അത് മനസ്സുകൊണ്ട് പലപ്പോഴായിട്ട് കൊടുത്തു കഴിഞ്ഞതാണ്. അത് ഒരു ഖരമായിട്ട് അങ്ങനെ കൊടുക്കേണ്ട ഒരു സാധനമല്ല, എല്ലാം തന്നെ കൊടുത്തു കഴിഞ്ഞതാണ്. ഇനിയും അങ്ങനെയുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ടാവട്ടെ. ഏതായാലും എങ്ങനെയാണ് ഒരു എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എങ്ങനെയാണ് ഈ ഒരു സിനിമ പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഒട്ടു മുമ്പ് കുജാലി വരയ്ക്കാറിലും ഉണ്ടായിരുന്നു. അത് മങ്ങാട്ടച്ഛനിൽ നിന്ന് ഇവിടുത്തെ ഓളവും തീരവും ചെയ്തു. അതിനകത്ത് വളരെ ഒരു പ്രതിനായക വേഷം ചെയ്യുന്നു. അപ്പോൾ അത് നടക്കുന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ അദ്ദേഹമായിട്ടുള്ളൊരു റാപ്പോർട്ട് എങ്ങനെയാണ് വരുന്നത്? ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സംവിധായകനായിരുന്നു ലിജോ പലിശ്ശേരി. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഈമയവും ജല്ലിക്കെട്ടും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പം അദ്ദേഹം എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് വലിയ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പം അത് വീണ്ടും ലാലേട്ടനോടൊപ്പം ഓളവും തീരവുത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അദ്ദേഹത്തോടൊപ്പം കുറച്ച് ദിവസങ്ങൾ പങ്കിട്ടതിന് ശേഷം വീണ്ടും അതിശക്തമായൊരു കഥാപാത്രം എന്നതിലപ്പുറം ഒരുപാട് ദിവസങ്ങൾ ഒന്നിച്ച് അങ്ങനെ ഒറ്റ നമ്മൾ പോയി വരവോ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ ഒന്നിച്ച് താമസിച്ച് ഞങ്ങളങ്ങനെ പോവുക. അപ്പോൾ ഒരു സിനിമ ഒരു യാത്രയാണ്, ഇതും ഒരു യാത്രയായിരുന്നു. അപ്പോൾ യാത്രയുടെ സുഖങ്ങളും അതൊക്കെ യഥാർത്ഥത്തിൽ അനുഭവിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ അതൊരു ആ സിനിമയിലെ കഥാപാത്രങ്ങളും അങ്ങനെയാണ്. അതെ. കൊച്ചിലേ മുതൽ എത്രയോ കാലം ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ ഇതിനകത്ത് ലാലേട്ടൻ കഴിഞ്ഞാലെന്നല്ല, ലിജോ പിന്നെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു ആർട്ടിസ്റ്റ് ഹരീഷ് ആയിരുന്നു എന്നുള്ളത്. ആ സിനിമയുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം അത് വലിയ കാര്യമാണ്, അതിനെ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ആ ക്യാരക്ടറിനെ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളായിരിക്കണം ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്, അല്ലേ? പക്ഷേ ഒരുപാട് സിനിമയെ വളരെ സൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരാളാണ് താങ്കൾ. അങ്ങനെ ഈ സിനിമ ഈ മലൈക്കോട്ട വാലിബൻ നാളെ മലയാള സിനിമാ ചരിത്രത്തിൽ എങ്ങനെയായിരിക്കും അടയാളപ്പെടുത്താൻ പോകുക എന്ന് തോന്നുന്നുണ്ടോ? മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു കൃത്യമായൊരു അടയാളപ്പെടുത്തലുണ്ടായിരിക്കും ഈ സിനിമയ്ക്ക്. കാരണം ഈ സിനിമ യാത്ര ചെയ്യുന്നത് ഇതുവരെ ശീലിച്ച ഒരു രീതിയിലേക്കല്ല, മലയാള സിനിമയെ മറ്റൊരു റൂട്ടിലേക്ക് തിരിച്ചുവിടുന്നൊരു സിനിമ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഒരു കൃത്യമായ ഒരു ഇന്ന ദിവസം എന്ന് പറയുന്ന രീതിയിൽ അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക ആ സിനിമ, അത് ഉറപ്പാണ്. മണികണ്ഠനെ സംബന്ധിച്ചോളം ഈ വർഷം ഗംഭീരമാണ്, അല്ലേ? ലാലേട്ടനോടൊപ്പം ആദ്യമായിട്ടാണ് എനിക്കൊന്ന് കായംകുളം കൊച്ചിനിലുണ്ടായിരുന്നതിലും അതിനകത്ത് കോമ്പിനേഷനിലായിരുന്നു. അപ്പം ഈ സിനിമയിൽ ഒരു നല്ല വേഷം, ബ്രഹ്മയുഗത്തിൽ മമ്മൂക്കയോടൊപ്പം. അപ്പോൾ ഈ വർഷം ഒട്ടും മോശമല്ല. എങ്ങനെയായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? ലിജോ സാറും ലാൽ സാറും ഇവരെല്ലാവരും കൂടി നടത്തിയ ഒരു മാജിക് ഷോയ്ക്ക് അസിസ്റ്റ് ചെയ്യാൻ പോയൊരു അവസ്ഥയാണ്. എന്താണ് അവിടെ നടന്നതെന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം അത്രയും മാജിക്കലായിരുന്നു പരിപാടികൾ. പിന്നെ കുറേ കഷ്ടപ്പാടുകളുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട്. സാധാരണ നമ്മൾ നാട്ടിൽ ചെയ്യുന്ന സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ കഷ്ടപ്പാടായിരുന്നു. ചെടികൾ വാടി വീഴുന്ന പോലെയായിരുന്നു നമ്മൾ ഓരോരുത്തർ തലകറങ്ങി വീഴുന്നത്. അതേപോലെ ഒരു കടന്നലിൻ്റെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. അന്ന് എന്നെ പേഴ്സണലി ഒരുപാട് സന്തോഷിപ്പിച്ച, അല്ലെങ്കിൽ എനിക്ക് സ്നേഹം തോന്നിയൊരു നിമിഷം ശുഭ് സാർ കാണാൻ വന്നിരുന്നു. ഒരുപാട് പേര് കടന്നലിൽ എന്നെ മാത്രമല്ല എല്ലാവരെയും കാണാൻ ചെന്നിരുന്നു. 50-60-100ഓളം പേര് പരിക്കേറ്റു. അപ്പോൾ ആ ഒരു കെയറിങ് ഉണ്ടായിരുന്നു. പിന്നെ ലാൽ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയല്ലേ, ഇല്ലേ, എന്താ പറയുക. ശിബിച്ചേട്ടൻ നമ്മളെ ലൊക്കേഷനിൽ ഇടയ്ക്കൊന്ന് വന്ന് പോവുക ചെയ്യുക. അപ്പം അദ്ദേഹം വന്ന് പോകുന്ന ദിവസം നമ്മളെല്ലാവരും സന്തോഷിക്കുക. പോകുന്ന ദിവസം എൻ്റെ മനസ്സിലൊരു പാട്ടിൻ്റെ ഒരു 2 വരി വരും. മരുഭൂമിയിൽ വന്ന മാതളമേ നീ മടങ്ങിപ്പോവുകയോ. കാരണം അത്രയും സ്നേഹസമ്പന്നമായ വിരുന്നുകൾ ഒരുക്കിയിട്ടാണ് അദ്ദേഹം മടങ്ങിപ്പോവുക. അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ മലയാള സിനിമയ്ക്ക് ഏറ്റവും വേണ്ട നിർമ്മാതാവ് തന്നെയാണ്. എല്ലാവരെയും മാറട്ടെ. അല്ല, ചേട്ടൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് റീടേക്കുകൾ തന്നെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഊർജ്ജം കെടുത്തു എന്നുള്ളത്. ഇവിടെ ഭയങ്കര പൊടിക്കാറ്റൊക്കെ ഉണ്ടായിരുന്നു, ഒരു പക്ഷേ അതൊക്കെ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ ഒരു ആക്ടറിനെ വല്ലാതെ ബാധിച്ചിട്ട്. അതൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നല്ല പനി ഉണ്ടായിരുന്നു. എല്ലാവർക്കും പനി ഉണ്ടായിരുന്നു. അവിടെ പനി വരുന്നൊരു സമയമാണ്. കാര്യം ആ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ചെല്ലുന്ന സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു രാത്രി കാലങ്ങളിൽ. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കാവുള്ളൂ, വേറെ ഒന്നും ഇടാൻ പറ്റില്ല, മാസ്ക് വയ്ക്കാൻ പറ്റില്ല, താടിയെല്ലാം കൂടെ മാറിപ്പോവും. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്കൊക്കെ അത് കഴിഞ്ഞ് വീണ്ടും ചൂട് തുടങ്ങി.
നമ്മൾ മദ്രാസിൽ എത്തുമ്പോൾ ഭയങ്കര ചൂടായി. പറഞ്ഞ പോലെ ആൾക്കാർ വാടി വീഴാൻ തുടങ്ങി. കാര്യം അതിൻ്റെ അകത്ത് ഭയങ്കരമായ പൊടി. നമുക്ക് പരിചയമില്ലാത്ത അവിടെ ഉള്ള ആൾക്കാർക്ക് തന്നെ പ്രയാസമാണ് അവിടെ ജീവിക്കുന്നത്, ജയ്സൽമീർ എന്ന് പറയുന്നത്. പിന്നെ അവിടെ അത് വളരെ റിമോട്ടായിട്ട്, നമ്മൾ വളരെ വലിയ സ്ഥലമാണെങ്കിലും അവിടെ നല്ല ഹോസ്പിറ്റലുകളില്ല. അങ്ങനെ വളരെ എന്താ പറയേണ്ട ഒരു പരിമിതികളുള്ളൊരു സ്ഥലമാണ്. കുറച്ച് ഹോട്ടലുകളേ ഉള്ളൂ, അല്ലാതെ ഇത്രയും പേരെ താമസിപ്പിക്കാൻ പോലും പ്രയാസമാണ്. അവർക്ക് ഭക്ഷണം, അവിടുത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആർക്കും ശരിയാവില്ല. അതുകൊണ്ട് ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോയി കുറേ ഫോറിനേഴ്സ് ഉണ്ട്, ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട്. അവർക്ക് വേറെ ഫുഡ് കൊടുക്കണം. അവർക്ക് ഈ ഫുഡ് കൊടുത്താൽ പോരാ. അവിടെയുള്ള ആൾക്കാർക്ക് നമ്മുടെ ഫുഡ് ഇഷ്ടമല്ല, ഫോറിനറിൻ്റെ ഫുഡും ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഫുഡ് ഉണ്ടാകും. അങ്ങനെ ചിലപ്പോൾ 1000-2000 പേരുള്ള ഒരു വലിയ സെറ്റാണ്, എത്രയോ ദിവസങ്ങൾ. അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിൽ ഒരുപാട് കളർ ഒരു ചാർട്ടും അതിൻ്റെ പാറ്റേണൊക്കെ വെച്ച് വർക്ക് ചെയ്ത സിനിമകളാണ്. അപ്പോൾ ഭയങ്കരമായ പൊടികൾ വാറ്റി വിതറി അങ്ങനെയൊക്കെയുള്ള സീനുണ്ട്. ഇതെല്ലാം ആൾക്കാരുടെ മൂക്കിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പം നമ്മളത് സഹിച്ച് ചെയ്യാം. കാര്യം അതിനാണല്ലോ നമ്മൾ തയ്യാറായപ്പോൾ ഇങ്ങനെ പൊടി ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല. അത് പോട്ടെ, പിന്നെ അവിടെ പോയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കാനേ പറ്റും. പക്ഷേ ലാലൽ എന്ന് പറയുന്ന നടൻ അല്ലായിരുന്നെങ്കിൽ അത് പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു ഒരു നിർമ്മാണത്തിന് തോന്നുന്നുണ്ട്. ലാലായതുകൊണ്ടാണല്ലോ ഞാനിത് വന്നത്. പിന്നെ അല്ലെന്നൊരു ചോദ്യം ഇല്ലല്ലോ. പക്ഷെ ചില സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ നൈറ്റിലൊക്കെ പോകുന്ന ഒറ്റയ്ക്കുള്ള ഫൈറ്റൊക്കെ ഉണ്ട്, കുറേ ദിവസങ്ങൾ പോയിരുന്ന ഷൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ സത്യത്തിൽ വിചാരിച്ചിരുന്നു, ഈ മനുഷ്യൻ ഇത് എന്താ ചെയ്തിട്ട് ഒരു ആളാണല്ലോ. നമുക്കറിയാം ഇത് അഭിനയമാണ്, സിനിമയാണ്, ഫൈറ്റ് മാസ്റ്റേഴ്സ് ഉണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ഒരാൾ വേണമല്ലോ ഇത് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഒരു ലെങ്ത്തും അതിൻ്റെ സമയം അതിൻ്റെ തുടർച്ചകളൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തും ആശങ്കപ്പെടുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു പൊക്രാനിലെ ഒരു സംഭവം. ഒത്തിരി ഭയങ്കരമായ ടെൻഷനിൽ കൂടെ പോയത്. ഇവരെല്ലാവരും പറഞ്ഞ പോലെ അല്ലായിരുന്നെങ്കിൽ എന്താണെന്നുള്ളതിന് ഇപ്പോൾ ഒരു പിന്നെ ഇതിൽ ഞങ്ങൾ മാത്രമല്ല, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും എത്രയോ ദിവസങ്ങൾ. അവർ പുതിയ ആൾക്കാരുണ്ട്, വളരെ റിനൗണ്ടായിട്ടുള്ള. ഇപ്പം എന്താ പറയണ്ട, ഈ സൊണാലി എന്ന് പറയുന്നത് ഹിന്ദി സിനിമയിലും മറ്റേ മറാഠി ഫിലിമിലൊക്കെ വളരെ പ്രസിദ്ധിയുള്ള ആർട്ടിസ്റ്റാണ്. നല്ല ഡാൻസേഴ്സാണ്. അതുപോലെ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ നമ്മുടെ ഡാനിഷ്. അവരൊക്കെ ആദ്യമായിട്ടാണ് സിനിമയിൽ വരുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് അവരാണ് കൂടുതൽ അക്ലമറ്റൈസ്ഡ് ആയത്. പക്ഷെ അവരിതിൻ്റെ കൂടെ സന്തോഷപൂർവ്വം മനോജ്, അവനൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. എല്ലാവരും, മണികണ്ഠൻ ഉൾപ്പെടെ എല്ലാ ദിവസവും ഇവർ ഒരു അടിമകളായിട്ടൊക്കെയാണ്. അപ്പം അവർ ആ വേഷമിട്ട് അങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് 1 ദിവസം 2 ദിവസം ഒക്കെ ദിവസങ്ങളോളം. ഡാനിഷിൻ്റെ ഫ്രസ്ട്രേഷൻ, ഡാനിഷ് ഒരു ഭാഗം കഴിയുമ്പോൾ ഒരു പ്രത്യേക കോസ്റ്റ്യൂമിലാണ്. അത് പുറത്തങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റും. അയാളുടെ മേക്കപ്പ് ഒക്കെ മാറും. പക്ഷെ അയാൾ അങ്ങനെ നടന്നു. പക്ഷേ എന്നിട്ട് അയാൾ ഒരു 2 ദിവസത്തേക്കിന് ഇവിടെ നിന്ന് വേണമെന്ന് പറഞ്ഞൊരു ബ്രേക്ക് കിട്ടിയപ്പോൾ അയാൾ 2 ദിവസത്തേക്കിന് ഒന്ന് ബാംഗ്ലൂർ വരെ പോയിട്ട് തിരിച്ചു വന്നു ആ വേഷത്തിൽ. അത് ഭയങ്കര പ്രയാസമാണ്. അത് അയാളുടെ ഭാര്യയൊക്കെ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചതെന്ന് പറഞ്ഞു. അയാൾ ഇന്ന് വരാൻ സാധിച്ചിട്ടില്ല, നാളെ എത്തുള്ളൂ. പക്ഷെ അപ്പോൾ അതിൻ്റെ ഇതിലൊരു വലിയ ഒരു ശ്രമം, ഒരു എന്താണ് ഒരു ഡെഡിക്കേഷനുള്ള സിനിമയാണ്. അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ദൈവം തരും. എന്തായാലും അത്രയും തീർച്ചയായിട്ടും അങ്ങനെ വരണം. മനസ്സുകളിലെ ഉള്ളേ. പിന്നെ ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു വലിയ ബഡ്ജറ്റ് ഈ സിനിമയ്ക്ക് വേണ്ടി വന്നു അല്ലേ? സിനിമ ഈ തുടങ്ങി അവസാനിച്ച് നമ്മൾ ഇതിൻ്റെ എല്ലാ റിലീസിലായാലും അതിന് മുമ്പുള്ള പ്രൊമോഷൻ കാര്യത്തിലും എടുക്കുന്ന ഒരു പ്രൊഫഷണലിസം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഒരു വലിയ ബഡ്ജറ്റിന് ഒരു ഭീഷണിയാണോ ശരിക്കും? അല്ല, സിനിമയ്ക്ക് ആവശ്യമുള്ള ബഡ്ജറ്റായി. ഒരുപക്ഷെ ഇത്രയും ആകുമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇറങ്ങുമെന്നുള്ള വേറെ കാര്യം. പക്ഷേ എല്ലാവരുടെയും ഒരു നന്മയും മനസ്സിൻ്റെ നന്മ കൊണ്ട് ഇതെല്ലാം അങ്ങ് സംഭവിച്ചു. അതെല്ലാം മാനേജ് ചെയ്തു. ഈ പടം തീരാതെ ഒരു ഘട്ടത്തിലെത്തി. അന്നേരം എത്ര ചിലവാക്കിയോ അത് ആ പടത്തിൽ കാണാനുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ളത്. ഒരു പടം വലുതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ 100 കോടിക്ക് വേണ്ടി ആക്കുന്നതല്ല. പക്ഷേ ഇനി ചിലവാക്കിയ തുക അതിനാവശ്യമാണ്, അത് ആ സിനിമയിൽ കാണാനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ് എന്ന് പറയും. ലാലിൻ്റെ അവതാരം എന്നാണ് ഒരു പോസ്റ്ററിൽ കണ്ടത്. കാണാൻ അവതാരം തന്നെയാണ്, ഒരു അവതാരപ്പിറവിയായിക്കോ സിനിമ? അല്ല, അങ്ങനെയല്ലല്ലോ. അതിപ്പോൾ ഒരു എന്താ പറയണ്ട, ഒരു സാധാരണ സിനിമയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും എഴുതില്ല. ഇത് മലൈക്കോട്ടെ വാലിബൻ എന്നുള്ള പേര് തന്നെ അങ്ങനല്ലേ. മലൈക്കോട്ടെ എന്നൊരു സ്ഥലം, അവിടെ എന്താണ് അയാൾക്ക് അങ്ങനെ ഒരു പേര് കിട്ടാൻ കാരണം എന്താണ്, അയാൾ ആരാണ്, അയാളൊരു അവതാരമാണോ, അല്ലെങ്കിൽ അയാൾക്കുള്ള കഴിവുകൾ എന്താണെന്നൊക്കെ നമ്മൾ ആ സിനിമയെ പറയുമ്പോൾ അതിൻ്റെ മുന്നോടി ഒരു സ്പൂൺ ഫീഡിങ് ആണ്. അപ്പോൾ ഒളിച്ചു വെച്ചിരിക്കുകയാണ് ഒരുപാട്. ആയിരിക്കാം. അല്ലാതെ നമ്മൾ അങ്ങനെ അല്ലല്ലോ, നമ്മൾ അവതരിക്കുന്നതെന്നല്ല. പിന്നെ എല്ലാവരും അവതാരങ്ങൾ തന്നെയാണ്. ഈ ഇരിക്കുന്ന മുഴുവൻ, ഈ നിൽക്കുന്ന എല്ലാവരും, ഞാൻ മാത്രമല്ല.
ചേട്ടൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയാണ് ഒരു കഥാപാത്രമായിരിക്കുമെന്ന് ഉറപ്പായിട്ടും പറയാമല്ലോ. തീർച്ചയായിട്ടും നമ്മളെ സിനിമാ ജീവിതത്തിലെ കുറച്ച് നല്ല കഥാപാത്രങ്ങളിൽ എണ്ണപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് ഇതെന്ന് ഒരു സംശയം. അത് ആ കഥാപാത്രത്തിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ആ സിനിമ കാണുമ്പോഴേ അറിയുള്ളൂ, അയാൾ ആരാണ് എന്താണ് എന്ന് പറയുന്നത്. അത് വളരെ ഈസിയായിട്ട് കൊണ്ട് ഒരു ആക്ടറിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന റോളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ലിജോ ഹരീഷ് വേണമെന്ന് പറഞ്ഞത് അല്ലേ? തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ. കാര്യം അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായതുകൊണ്ടാണല്ലോ അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാവരെയും. ലാലേട്ടൻ്റെ കൂടെയുള്ളൊരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു മറ്റേ മണികണ്ഠൻ അല്ലേ? ഈ വാലിബൻ ഈ എല്ലാ കഥാപാത്രങ്ങളും റിവീൽ ചെയ്യാൻ പറ്റില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടറിയാം. എന്ത് പറഞ്ഞാലും എവിടെ പറഞ്ഞാലും അത് സാറിന്റെ ക്യാരക്ടർ ട്രാവൽ ചെയ്യുന്നൊരു ക്യാരക്ടറാണ്, ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരാളാണ്. അതെ, വരുന്ന ഒരാളാണ്. ഒരു കാര്യം, ഞാൻ ഈ സിനിമ ഷൂട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ലാൽ സാറിൻ്റെ ഇപ്പോൾ എന്താ പറയുക അഭിനയമാണോ എന്താണോ അത്ഭുതപ്പെടുത്തിയതെന്ന് കുറേ പേരിങ്ങനെ ചോദിക്കും. അപ്പോൾ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം പറയണമെന്നൊരു ആഗ്രഹമുണ്ട്, സാർ കേൾക്കണമെന്നുള്ളത് കൊണ്ടാണ്. ആ വേദി സന്തോഷം. വേറൊന്നല്ല, പല മഹാന്മാരെ എഴുതിയത് വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം നിൽക്കുന്ന ഈ അവസ്ഥയെ അനുഭവിക്കുക, അത് മുഴുവൻ അതിൽ നിൽക്കുകയാണ്. അത് പക്ഷേ അത് ആർക്കും അത് ചെയ്ത് കാണിച്ചു തരാനോ അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്നും മനസ്സിലായിട്ടില്ല. അത് മലൈക്കോട്ടയിൽ എനിക്ക് മനസ്സിലായത് സാറിൻ്റെ അടുത്താണ്. കാരണം ഇപ്പോൾ മനോജിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മനോജിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സാറായിരിക്കും. എൻ്റെയും അങ്ങനെയാണ്. എല്ലാവരുടെയും ഒരേപോലെ ആ നിൽക്കുന്ന നിമിഷത്തിൽ 100% കൊടുത്ത് നിൽക്കാൻ കഴിയുകയെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഇപ്പം പറയുന്ന പോലെ ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിച്ച മുഴുവൻ ഇതാണ്. അപ്പോൾ ഇവിടെ ഞാനില്ല. എനിക്ക് ആ ഒരു ഇവിടെ ഇരിക്കുക അല്ലെങ്കിൽ ഇതിനെ ആസ്വദിക്കുക എന്ന് പറയുന്നൊരു അതൊരു വലിയ സിദ്ധിയായിട്ടോ അല്ലെങ്കിൽ കഴിവായിട്ടോ ഞാൻ കാണുന്നു. അത് ചെയ്യാനിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു, ശ്രമിക്കുന്നു. അത് സാറിൻ്റെ അടുത്ത് നിന്നാണ് പഠിച്ചത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ, ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ്. അത് എനിക്ക് നമ്മളൊക്കെ ലൊക്കേഷനിൽ പോകുമ്പോൾ കാണാം, അവിടുത്തെ ലൈറ്റ് ബോയ് അടക്കം അവരുടെ തോളത്ത് തട്ടിയിട്ട് അവരുമായിട്ട് സൗഹൃദം പോവുകയും അവരുടെ പേരെടുത്ത് വിളിക്കുകയും അവരോട് തമാശകൾ പറയുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അവിടുത്തെ ആ കംഫോർട്ട് ആക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ചോദ്യങ്ങളിലൂടെ നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. മലൈക്കോട്ടൻ്റെ വാലിബൻ 2ാം ഭാഗം ഉണ്ടാകും എന്നൊരു ഒരു 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 പ്രതീക്ഷയും ഒക്കെ ഉണ്ട് ആളുകൾക്ക്. അത് ആളുകളുടെ പ്രതീക്ഷ ആണ് ഏറ്റവും അപകടം എന്നല്ല പറയുന്നത്, ഏറ്റവും അതിനൊരു വാല്യൂ ഉണ്ടല്ലോ. അവർ ഈ സിനിമ കണ്ടിട്ട് അങ്ങനെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇത് ഒത്തിരി ലേയേഴ്സ് ഉള്ളൊരു ബിഗ് ക്യാൻവസാണ്. അത് അനുസരിച്ച് ഉള്ള ഇതുണ്ടാവും. തീർച്ചയായിട്ടും 2ാം ഭാഗം ഉണ്ടാകട്ടെ. അതിലും ഒരു അങ്ങനെയല്ലല്ല, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അല്ല, ഉണ്ടാകണം തന്നെയാണ്. കാരണം അങ്ങനെ അതെ. അപ്പോൾ വേറെ പലരും ചില ആൾക്കാർ പറയാം ഇത് വേണ്ട, അങ്ങനെ നമ്മൾ ഇതൊരു തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല ഏതാണ് കൂടുതൽ. അല്ല, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഇനിയും ഒരു ആഴ്ചയല്ലേ ഉള്ളൂ, ഒന്ന് കാത്തിരിക്കും. അതെ. എന്തായാലും തീർച്ചയായിട്ടും ഗംഭീരമായിട്ട് വിജയമാകട്ടെ. ഈ പറഞ്ഞ കണക്ക് തിയേറ്ററിൽ പോയിട്ട് തന്നെ ഇതെല്ലാം കാണേണ്ട ഒരു സിനിമയായി മാറട്ടെ. എല്ലാ ആശംസകളും കണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു വിജയത്തിൽ വീണ്ടും നമുക്ക് ഒത്തുകൂടാം. അന്ന് ഇതിൽ 2ാം ഭാഗം ഉണ്ടാകുമെന്ന് നമുക്ക് തീരുമാനിക്കാം. അന്ന് നമുക്ക് പറയാം. താങ്ക് യു.